الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان اتقوا الله عباد الله وقال جل ثناؤه في القرآن المجيد أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, അളവറ്റ ദയാപരനും കരുണാവാരിധിയുമായ സൃഷ്ടികർത്താവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എന്നോടും നിങ്ങളോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും മരണപ്പെടുമ്പോൾ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാൻ ചുരുങ്ങിയ ദിവസങ്ങൾക്ക് ശേഷം നമ്മിലേക്ക് സമാഗതമാവുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ അതിൻ്റെ പ്രാധാന്യവും അന്ന് നോമ്പെടുത്താനുള്ള പ്രത്യേകതയും അതോടൊപ്പം തന്നെ അന്ന് പാലിക്കേണ്ടുന്ന ചില സുപ്രധാനമായ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് നോമ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ അഹ്കാമുകളെ കുറിച്ചാണ് സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ബഖറയിൽ അതിൻ്റെ 184, 185 വചനങ്ങൾ, 2 പദങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിലെ നോമ്പ് നിർബന്ധമാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. ആ മാസത്തിൽ
ആര് സന്നിഹിതരാണോ, ആര് നാട്ടിൽ ഹാജറുണ്ടോ അയാൾ നോമ്പെടുത്തുകൊള്ളട്ടെ എന്ന വചനവും യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന ആ വാചകത്തിലൂടെ നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന കുതിബ എന്ന പദത്തിലൂടെയും പരിശുദ്ധ റമദാനിലെ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് അത് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും നാട്ടിൽ താമസിക്കുന്നവനുമായ സ്ത്രീ പുരുഷന്മാർക്കെല്ലാം, മുസ്ലിം സ്ത്രീ പുരുഷന്മാർക്കെല്ലാം നോമ്പ് നിർബന്ധമാണ്. അതിൽ നിന്ന് കുട്ടികൾ ഒഴിവാണ്, അതിൽ നിന്ന് സ്ഥിരബുദ്ധിയില്ലാത്തവർ ഒഴിവാണ്, അതിൽ നിന്ന് ശുദ്ധിയില്ലാത്ത അഥവാ ഹൈലോ നിഫാസോ ഉള്ള സ്ത്രീകൾ ഒഴിവാണ്, അതിൽ നിന്ന് പ്രയാസമുള്ള രോഗികൾ ഒഴിവാണ്, അതുപോലെ തന്നെ യാത്രക്കാരനും ഒഴിവാണ്. അതല്ലാത്ത രൂപത്തിലുള്ള മുഴുവൻ ആളുകൾക്കും പരിശുദ്ധ റമദാനിലെ നോമ്പ് നിർബന്ധമാണ്. ഹിജറ 2-ാം വർഷം ശഅബാൻ മാസത്തിലാണ് പരിശുദ്ധ റമദാൻ നിർബന്ധമാക്കിക്കൊണ്ടുള്ള കൽപ്പന വരുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു സത്യവിശ്വാസി അള്ളാഹുവിന്റെ പൊരുത്തവും അള്ളാഹുവിലുള്ള വിശ്വാസവും കൃത്യമാക്കിക്കൊണ്ട് അവരിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ആ മാസത്തിൽ നോമ്പെടുക്കൽ നിർബന്ധമാണ്. പരിശുദ്ധ റമദാനിന്റെ 1-ാമത്തെ ദിവസം മുതലാണ് നോമ്പെടുക്കേണ്ടത്. മാസം തിട്ടപ്പെടുത്തേണ്ടത് സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ കൽപ്പിച്ചിട്ടുള്ളത് മാസം കണ്ടാൽ നോമ്പെടുക്കണം, മാസം കണ്ടാൽ നോമ്പ് അവസാനിപ്പിക്കണമെന്നാണ്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം അങ്ങനെ തുടങ്ങുന്ന മുഴുവൻ ഗ്രന്ഥങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആ ഹദീസുകൾ വിശാലമായി വിശദീകരിച്ചത് കാണാം. സൂമൂ ലിറുഇയതിഹി വഅഫ്തിറൂ ലിറുഇയതിഹി. മാസം കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കുക, മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുക. ഓരോ നാട്ടുകാരും അവരുടെ നാട്ടിൽ മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നോമ്പെടുക്കുക. ഇനി മാസം കാണാൻ സാധ്യമല്ലാത്തൊരവസ്ഥ വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുസൂമു ഹത്താ തറൗ അൽ ഹിലാൽ വലാ തുഫ്തിറു ഹത്താ തറൗഹു ഫഇൻ ഉമ്മ അലൈക്കും ഫഖ്ദുറു ലഹു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുസൂമു ഹത്താ തറൗ അൽ ഹിലാല. നിങ്ങൾ ഹിലാൽ കാണുന്നതുവരെ, മാസപ്പിറവി ദർശിക്കുന്നതുവരെ നിങ്ങൾ നോമ്പെടുക്കരുത്. വലാ തുഫ്തിറു ഹത്താ തറൗഹു. ആ മാസപ്പിറവി കാണുന്നത് വരെ നിങ്ങൾ നോമ്പ് ഒഴിവാക്കുകയും ചെയ്യരുത്. ഫഇൻ ഉമ്മ അലൈക്കും. ഇനി നിങ്ങൾക്ക് മാസപ്പിറവി കാണാൻ പറ്റാത്ത രൂപത്തിൽ ആകാശം മേഘാവൃതമാക്കപ്പെട്ടാൽ ഫഖ്ദുറൂ ലഹു. അത് നിങ്ങൾ കണക്കാക്കണം, നിങ്ങൾ കണക്കുകൂട്ടി കൊള്ളുക എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം ഫക്മിലു അൽ ഇദ്ദ. വേറൊന്നിൽ കാണാം ഫക്മിലു 30. നിങ്ങൾ 30 പൂർത്തിയാക്കൂ, എണ്ണം പൂർത്തിയാക്കൂ എന്ന് ഹദീസുകളിൽ കാണുന്നുണ്ട്. അപ്പോ ഏതെങ്കിലും കാരണവശാൽ മാസപ്പിറവി ദർശിക്കാൻ സാധ്യമല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു 30 പൂർത്തിയാക്കണമെന്ന്. അപ്പോ മാസപ്പിറവി കണ്ടാൽ നോമ്പെടുക്കണം. അതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഓരോ കാലഘട്ടത്തിലും മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നോമ്പും പെരുന്നാളും മാറ്റലല്ലേ. ഏതെങ്കിലും ഒരു ചെറിയ ഗ്രൂപ്പ് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി തിരുത്താനുള്ളതല്ല. ഹദീസിൽ വളരെ വ്യക്തമായി കാണുന്നു, നോമ്പ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാവരും നോമ്പെടുക്കുന്ന സമയമാണ് നോമ്പെടുക്കേണ്ടത്. എല്ലാവരും നോമ്പെടുക്കുമ്പോഴാണ് നോമ്പെടുക്കേണ്ടത്. എല്ലാവരും നോമ്പ് അവസാനിപ്പിച്ച് പെരുന്നാൾ ആഘോഷിച്ചാൽ അപ്പോൾ നിങ്ങളും പെരുന്നാൾ ആഘോഷിക്കുക. അപ്പൊ മാസപ്പിറവി ദർശനം കൃത്യമാവണം. രണ്ടാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ പറഞ്ഞു, 2 സാക്ഷികൾ അത് സാക്ഷീകരിക്കണമെന്നാണ്. മുസ്ലിമായ നീതിമാന്മാരായ 2 സാക്ഷികൾ ഉണ്ടാവണം.
ഹദീസിൽ കാണാം, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ഹദീസ്, ഇമാം ദാറഖുത്നിയും ഇമാം നസായിയും ഒക്കെ റിപ്പോർട്ട് ഹദീസിൽ കാണാം, വഇൻ ഷഹിദ ഷാഹിദാനി ഫസൂമു വഅഫ്തിറു. വഇൻ ഷഹിദ ഷാഹിദാനി, രണ്ട് സാക്ഷികൾ മാസപ്പിറവി ദർശനത്തിന് സാക്ഷിയായാൽ, അവരെ സാക്ഷീകരിച്ചാൽ, അപ്പൊ നിങ്ങൾ നോമ്പെടുക്കുകയും നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്തോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. ഒരാൾ മാസപ്പിറവി കാണുകയും അങ്ങനെ കണ്ടയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു പറഞ്ഞു, നബിയെ, ഞങ്ങൾ മാസപ്പിറവി കണ്ടിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്വാമ വഅമറ അന്നാസ ബിസ്വിയാമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാൻ തീരുമാനിക്കുകയും ജനങ്ങളോടൊക്കെ നോമ്പെടുക്കാൻ പറയുകയും ചെയ്തതായി ഹദീസിൽ കാണാം. അപ്പോ മാസപ്പിറവി ദർശിക്കുന്നത് നീതിമാന്മാരായ രണ്ട് സാക്ഷികൾ, മുസ്ലിങ്ങളായ രണ്ട് സാക്ഷികൾ, അവരുടെ സാക്ഷിത്വം സ്വീകരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. അപ്പോ മാസപ്പിറവി കണ്ടാൽ നോമ്പെടുക്കുക. മാസപ്പിറവി കണ്ട് റമദാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ തന്നെ നിയ്യത്ത് അഥവാ നോമ്പിന് തീരുമാനമെടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അബൂദാവൂദും ബൈഹഖിയും ഇബ്നു ഖുസൈമയും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മല്ലം യുജ്മിഉ സിയാമ ഖബല അൽ ഫജ്രി ഫലാ സിയാമ ല. നോമ്പിന് വേണ്ടി രാത്രിയിൽ കരുതാത്തൊരു മനുഷ്യന്, അഥവാ ഫജ്ർ സാദിഖിന് മുമ്പ് കരുതാത്ത, തീരുമാനിക്കാത്ത ഒരാൾക്ക് അയാൾക്ക് നോമ്പില്ല. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയുണ്ട്, ഇമാം നസായിയും ബൈഹഖിയും റിപ്പോർട്ട് ഹദീസിൽ ഇങ്ങനെ കാണാം, മല്ലം യുബയ്യിത് സിയാമ ഫലാ സിയാമ ലഹു. രാത്രിയിൽ തന്നെ നോമ്പിന് കരുതാത്ത ഒരാൾക്ക് നോമ്പുണ്ടാവില്ല എന്നാണ്. കരുതുക എന്ന് പറഞ്ഞാൽ ഒരു വാചകം പറയലല്ല. നവൈതു സോമഗദിൻ അന്നദായി ഫർദി റമദാനി ഹാദിഹി സനത്തിൽ ഇല്ലാഹി തആല എന്ന വാചകം പറയലല്ല, മറിച്ച് കരുതുക എന്ന് പറഞ്ഞാൽ, നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖസ്ദ്, കരുതലാണ്. ഹിയ അസീമത്തുൽ ഖൽബ്, ഹൃദയത്തിന്റെ തീരുമാനമാണ്. നോമ്പെടുക്കാനുള്ള തീരുമാനത്തിനാണ് നിയ്യത്ത് എന്ന് പറയുക. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഞാൻ ഇന്നലെ നിയ്യത്ത് ചെയ്യാൻ മറന്നുപോയി, അത്താഴം കഴിക്കാൻ എഴുന്നേറ്റോ, അത്താഴം കഴിക്കാൻ എഴുന്നേറ്റാൻ തീരുമാനിച്ചിട്ടാ കിടന്നത്, പക്ഷെ എഴുന്നേറ്റപ്പോ സുബഹിയായി പോയി, നിയ്യത്ത് പറഞ്ഞില്ല, അല്ലെങ്കിൽ നിയ്യത്ത് ചെയ്തില്ല. യഥാർത്ഥത്തിൽ അയാൾ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ നവൈതു സോമഗദിൻ അന്നദായി പറഞ്ഞില്ല എന്നാ. യഥാർത്ഥത്തിൽ അയാൾക്ക് നോമ്പുകാരനാണ്. കാരണം അയാൾ രാത്രിയിൽ അത്താഴം കഴിക്കാൻ എഴുന്നേൽക്കാൻ തീരുമാനിച്ചിട്ടാണ് അയാൾ കിടന്നുറങ്ങിയത്. ആ തീരുമാനം തന്നെയാണ് ശരിക്കും നിയ്യത്ത് എന്ന് പറഞ്ഞാൽ. പിറ്റേന്ന് അഥവാ പ്രഭാതത്തിലെ നോമ്പെടുക്കുക എന്ന തീരുമാനത്തിനാണ് നിയ്യത്ത് എന്ന് പറയുക. അതുകൊണ്ടാണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു, ഹിയ അസീമത്തുൽ ഖൽബ്, അത് ഹൃദയത്തിന്റെ തീരുമാനമാണ്, നാവിന്റെ വർത്തമാനമല്ല. നാവിന്റെ വർത്തമാനം അത്തലഫ്ഫുദു ബിദ്അ, അങ്ങനെ ഉച്ചരിക്കൽ ബിദ്അത്താണെന്ന് തന്നെ പണ്ഡിതന്മാർ പുത്തനാചാരമാണ് എന്ന് പറഞ്ഞത് കാണാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ നവൈതു സോമഗദിൻ അന്നദായി ഫർദി റമളാനി ഹാദിഹി സനത്തിൽ ഇല്ലാഹി തആല എന്ന പദം നബിതങ്ങൾ പഠിപ്പിച്ചതിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എല്ലാ രാത്രിയിലും ആ തീരുമാനം ഉണ്ടാവണം. അത് സൂര്യാസ്തമയം മുതൽ ഫജ്ർ സ്വാദിഖിന് മുമ്പ് തീരുമാനിച്ചിരിക്കണം. അതേസമയത്ത് ഒരു സുന്നത്ത് നോമ്പാണെങ്കിൽ അയാൾ അങ്ങനെ തീരുമാനിക്കേണ്ടതില്ല. പകൽ തീരുമാനിച്ചാലും മതി. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ, അയാൾ ഭക്ഷണമോ പാനീയമോ ഒന്നും കുടിച്ചിട്ടില്ലെങ്കിൽ, തിന്നിട്ടില്ലെങ്കിൽ അയാൾക്ക് പകൽ കരുതിയാൽ മതി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ പത്നിമാരടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, ഹൽ ഇൻദകും ഗദാ, നിങ്ങളിവിടെ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ അടുത്ത് പ്രാതലുണ്ടോ? രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം വല്ലതും ഉണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ചോദിക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇല്ല നബി, ഒന്നുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇല്ല ഫഇന്നി സ്വായിമുൻ, ഒന്നുമില്ലേ, ഞാൻ ഇന്ന് നോമ്പുകാരനാണ്. അത് സുന്നത്തായ നോമ്പുകളാണ്. ഫർദ് നോമ്പിനെ രാത്രിയിൽ തന്നെ കരുതണം, തീരുമാനിക്കണമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. നോമ്പ് ആരംഭിക്കുന്നത് ഉന്മപ്രഭാതം മുതലാണ്. അൽ ഫജ്റു ഫജ്റാൻ, പ്രഭാതം രണ്ടെണ്ണാണ്. ഒന്ന് അൽ ഫജ്റു സ്വാദിഖ്, മറ്റൊന്ന് അൽ ഫജ്റുൽ കാദിബ്. ഉന്മപ്രഭാതവും കള്ളപ്രഭാതവും എന്ന രണ്ട് പ്രഭാതങ്ങളുണ്ട്.
ഉന്മപ്രഭാതം മുതലാണ് നോമ്പ് ആരംഭിക്കേണ്ടത്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈതുൽ അബിയദു മിനൽ ഖൈതുൽ അസ്വദി മിനൽ ഫജ്ർ സുമ്മ അതിമ്മുസ് സിയാമ ഇലൽ ലൈൽ. ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈതുൽ അബിയദു, വെളുത്ത നൂല് നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ, മിനൽ ഖൈതുൽ അസ്വദി കറുത്ത നൂലിൽ നിന്ന്, മിനൽ ഫജ്ർ പ്രഭാതത്തിൽ നിന്നുള്ള എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചില സഹാബികൾ, ഒരു സഹാബി ചെയ്ത പ്രവർത്തനമുണ്ട്, കറുത്ത നൂലും വെളുത്ത നൂലും കയ്യിൽ പിടിച്ചുകൊണ്ട് അത് വ്യക്തമാകുന്നത് വരെ കാത്തിരുന്നു എന്ന് കാണാം. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, മറിച്ച് ഫജ്ർ സാദിഖ് എന്ന പ്രഭാതം അത് വിശാലമായി വ്യക്തമാകുന്നത് വരെ ആ സമയം മുതലാണ്, അഥവാ ഫജ്ർ സാദിഖ് മുതലാണ് നോമ്പ് ആരംഭിക്കുന്നത്. പ്രഭാതം മുതലല്ല, ഉന്മപ്രഭാതം മുതലാണ്, അല്ലാതെ തുലൂഉൽ ശംസ് മുതലല്ല, സൂര്യോദയം മുതലല്ല, മറിച്ച് പ്രഭാതോദയം മുതലാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഒരാൾ രാത്രി ഉറങ്ങിപ്പോയി, അയാൾ എഴുന്നേറ്റപ്പോ സമയം വൈകി, പെട്ടെന്ന് അത്യാവശ്യം എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണ്ടി പാത്രം എടുത്ത് കൈ പിടിച്ചപ്പോഴാണ് പള്ളിയിൽ നിന്ന് വാങ്ങുക. ഫജ്ർ സാദിഖ് ആയി എന്നതിന്റെ അറിയിപ്പാണത്. അത് വന്നാൽ എന്ത് ചെയ്യും? ബേജാറാവണ്ട. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പകൽത്തെ നോമ്പിന് നിലനിൽക്കാൻ ആവശ്യമായത് എന്തെങ്കിലും കഴിച്ചിട്ട് വെച്ചാ മതി. അത് നമ്മളെ സ്വന്തം ഭാഗ്യമൊന്നും പറയുന്നതല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സമിഅ അഹദുകുമുൻ നിദാഅ വൽ ഇനാഉ അലാ യദിഹി ഫലാ യദഉഹു ഹത്താ യഖ്ലി ഹാജതഹു മിൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇദാ സമിഅ അഹദുകുമുൻ നിദാഅ, നിങ്ങളിൽ ഒരാൾ പ്രഭാതത്തിലെ ബാങ്ക് കേട്ടാൽ, വൽ ഇനാഉ അലാ യദിഹി, പാത്രം അവന്റെ കയ്യിലാണ്, ഫലാ യദഉഹു ഹത്താ യഖ്ലി ഹാജതഹു മിൻഹു, അതിൽ നിന്ന് അവന്റെ ആവശ്യം വീടുന്നത് വരെ പാത്രം വെക്കേണ്ടതില്ല. അതിന്റെ അർത്ഥം വലിയ പാത്രം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഭക്ഷണം ഉണ്ടാക്കി കിട്ടാവുന്നിടത്തോളം തിന്നൂലെന്ന അർത്ഥത്തിനല്ല. ചില ആളുകൾ ചില പ്രത്യേക സന്ദർഭങ്ങൾ അങ്ങനെ ഉണ്ടാവാം. അത് ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഉണ്ടാവുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു ഉഖീമത്തി സ്വലാത്തു വൽ ഇനാഉ ഫീ യദി ഉമർ റളിയല്ലാഹു അൻഹു, പള്ളിയിൽ വാങ്ക് കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ പാത്രം ഇരിക്കാണ്, പാത്രം കയ്യിലുള്ളത്, കുടിക്കാനുള്ള പാത്രം കയ്യിലുണ്ട്. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഖാല അശ്റബുഹാ യാ റസൂലല്ലാഹ്, നബിയെ ഞാൻ ഇത് കുടിച്ചോട്ടെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല നഅം, കുടിച്ചോളൂ. ഫശരിബഹാ, അങ്ങനെ അദ്ദേഹം അത് കുടിക്കുകയും ചെയ്തു. അപ്പോ ഒരാൾക്ക് അത്യാവശ്യമുള്ള കാര്യം ആ സമയത്ത് ഭക്ഷിക്കുന്നതിന് വിരോധമില്ല എന്ന് ഈ ഹദീസുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അപ്പോ എല്ലാവർക്കും ഇത് ബാധകമല്ല. ചില പ്രത്യേക സന്ദർഭങ്ങൾ അങ്ങനെ വന്നുപോയാൽ അയാൾക്ക് പകൽ നിലനിൽക്കാൻ ആവശ്യമുള്ളത് പെട്ടെന്ന് കഴിക്കൽ അനുവദനീയമാണ്. അയാൾ കഴിച്ചാൽ അയാളുടെ നോമ്പിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാവുകയാണ്. അപ്പൊ ഉന്മപ്രഭാതം മുതൽ തുടങ്ങേണ്ടത് അത്താഴം കഴിച്ചുകൊണ്ടായിരിക്കണം. അത്താഴം കഴിച്ചുകൊണ്ട് തന്നെയാവണം തുടങ്ങേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസ്ലു മാ ബൈന സിയാമിനാ വസിയാമി അഹ്ലിൽ കിതാബി അക്ലത്തുസ് സഹർ, നമ്മുടെയും അഹ്ലു കിതാബ് ജൂത ക്രൈസ്തവന്മാരുടെയും നോമ്പിന്റെ ഇടയിലുള്ള വ്യത്യാസം അത്താഴം കഴിക്കലാണ്. അത്താഴം കഴിക്കേണ്ട റസൂൽ പറഞ്ഞു, ഇന്നഹാ ബറകത്തുൻ അഅതാകുമുല്ലാഹു ഇയ്യാഹാ ഫലാ തദ്ഊഹു, അത്താഴം അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്, ബറക്കത്താണ്, അത് നിങ്ങൾ ഉപേക്ഷിക്കരുത് കേട്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത്താഴത്തിലെ ഏറ്റവും നല്ല ഭക്ഷണം ഏതാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമ സഹൂറുൽ മുഅ്മിനി അത്തംർ, സത്യവിശ്വാസിയുടെ അത്താഴത്തിലെ ഏറ്റവും നല്ല അത്താഴം അത്തംർ, കാരക്ക, ഈത്തപ്പഴം കഴിക്കലാണ്. ഈത്തപ്പഴം കഴിക്കലാണ് ഏറ്റവും നല്ലത്. നല്ല അത്താഴം അതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അത്താഴം ശരിക്കും പിന്തിച്ചാണ് കഴിക്കേണ്ടത്, നേരത്തെ കഴിക്കലല്ല. സുബഹിയോട് അടുത്ത സമയം കഴിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ പറയാൻ, തസഹർനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുമ്മ ഖാമ ഇല സ്വലാ, ഞങ്ങൾ റസൂലുള്ളാഹിനോടൊപ്പം അത്താഴം കഴിച്ചു, പിന്നെ ഞങ്ങൾ നിസ്കാരത്തിന് വേണ്ടി നിന്നു. അപ്പൊ കേട്ട ആള് ചോദിക്കുകയാണ്, കം കാന ബൈനൽ അദാനി വസ്സുഹൂർ, അപ്പൊ ആ ബാങ്കിന്റെയും അത്താഴത്തിന്റെയും ഇടയിൽ എത്ര സമയമുണ്ടായിരുന്നു? ഖാല ഖദ്റ 50 ആയ, 50 ആയത്ത് ഓതാനുള്ള സമയം. 50 ആയത്ത് ഓതാൻ ഏകദേശം ഒരു അരമണിക്കൂറിൽ താഴെ വരുള്ളൂ. അത്ര സമയമേ അത്താഴത്തിന്റെയും സുബഹിയുടെയും
ഇടയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് സ്വഹാബികൾ പറയാം. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു സമ്പ്രദായം, ആ സമ്പ്രദായം പറയാതിരിക്കാൻ പറ്റില്ല. രണ്ട് മോശമായ അനാചാരം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സാർവത്രികമായി നടക്കുകയാണ്. അതെന്താ? ഒന്ന്, സുബൈക്ക് നേരത്തെ ബാങ്ക് കൊടുക്കാം, കുറേ നേരത്തെ ബാങ്ക് കൊടുക്കാം, മഗ്രിബിന് താമസിച്ചും ബാങ്ക് കൊടുക്കാം. നമ്മളെ നാട്ടിൽ മഹാഭൂരിപക്ഷം ആളുകളും ഈ ബിദ്അത്തിലാണ്. ബിദ്അത്താണെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ ഫത്ഹുൽ ബാരിയിൽ അദ്ദേഹം ആ ഓരോ നാട്ടിൽ നടക്കുന്ന ബിദ്അത്തിനെ, ആ ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ലാ യുഅദ്ദിനൂന ഇല്ലാ ബഅദൽ ഗുറൂബ് ബിദറജത്തിൻ ലിതംകീനിൽ വഖ്ത് زعموا فأخروا الفطر وعجلوا السحور وخالفوا السنة فلذلك قل عنهم الخير كثير فيهم الشر والله المستعان. ഇബ്നു അസ്ഖലാനി പറയാൻ, അങ്ങനെ ഈ പുതിയ പുതിയ ആചാരങ്ങൾ കടത്തിക്കൂട്ടി കൊണ്ടുവന്ന് അവസാനം ഇപ്പൊ അവരെന്തായി? ലാ യുഅദ്ദിനൂന ഇല്ലാ ബഅദൽ ഗുറൂബി ബിദറജത്തിൻ ലിതംകീനിൽ വഖ്ത്. സമയം കൃത്യമാവാൻ, സമയമായി എന്ന് ഉറപ്പിക്കാൻ എന്ന ന്യായം ബാധിച്ചുകൊണ്ട് ഒരല്പസമയം താമസിച്ച് അവർ ബാങ്ക് കൊടുക്കുന്നു. അങ്ങനെ അഖറുൽ ഫിത്ര, അങ്ങനെ അവർ നോമ്പ് തുറക്കലിനെ പിന്തിച്ചു. വഅജ്ലു അസ്സഹൂറ, അത്താഴം കഴിക്കൽ അവർ നേരത്തെയുമാക്കി. ഇത് ഈ കാലഘട്ടത്തിൽ ഉണ്ടായ പുത്തനാചാരങ്ങളാണ്. വഖാലഫു അസ്സുന്ന, അവർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിനോട് എതിര് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. അക്കാരണത്തിനാൽ ഖല്ല അൻഹുൽ ഖൈർ, അവരിൽ നന്മ കുറഞ്ഞുപോയി. കസീറും ഫീഹിം അശ്ശർ, അവരിൽ ധാരാളം തിന്മകളാണ് കടന്നു വരുന്നത് എന്ന് ഇബ്നു അസ്ഖലാനി കുറെ മുമ്പ് അദ്ദേഹം രേഖപ്പെടുത്തി. നമ്മുടെ നാട്ടിലെ കാണാം, സുബഹി നിസ്കാരത്തിന് കുറെ നേരത്തെ ബാങ്ക് കൊടുക്കും. കുറ്റം മുജാഹിദുകൾക്കാണ്. മുജാഹിദുകൾ സമയം താമസിച്ച് ബാങ്ക് കൊടുക്കണു, മഗ്രിബിന് നേരത്തെയും കൊടുക്കുന്നതാണ് നമ്മളെ നാട്ടിലുള്ള പരാതി. യഥാർത്ഥത്തിൽ സുന്നത്തിനെതിരായി പ്രവർത്തിച്ച ആളുകൾ സുന്നത്ത് പ്രവർത്തിക്കുന്നവരോട് ദേഷ്യപ്പെടുന്നതാണ് കാണുന്നത്. സുന്നത്ത് എന്താ? അത്താഴം ശരിക്ക് സുബഹിയോട് അടുത്ത സമയത്ത് കഴിക്കുക. നോമ്പ് തുറക്കലോ സമയമായാൽ, മഗ്രിബിന്റെ സമയമായാൽ ഉടൻ തന്നെ വേണം. ചില ആളുകൾ പറയുന്നത് ഇഹ്തിയാത്ത് സൂക്ഷ്മതക്ക് വേണ്ടിയാണെന്ന്. അങ്ങനത്തെ ഒരു ഇഹ്തിയാത്തൊന്നും നബി തങ്ങൾ പഠിപ്പിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്താഴം കഴിക്കൽ ഇങ്ങനെയായിരുന്നു, നോമ്പ് തുറക്കൽ ഇങ്ങനെയായിരുന്നു എന്ന് വളരെ വ്യക്തമായി തന്നെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത്താഴം കഴിക്കല് സുബഹിയോട് അടുത്ത സമയമാക്കണം, നോമ്പ് തുറക്കല് പെട്ടെന്നാക്കണം. ഇൻഷാ അല്ലാഹ് അതിന്റെ ഹദീസിൽ ഞാൻ വിശദീകരിക്കുന്നുണ്ട്. ഇനി നോമ്പ് നിർബന്ധമാക്കാൻ അഥവാ നോമ്പ് ഒഴിവാക്കാൻ അനുവദിക്കപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്? രോഗികൾ, യാത്രക്കാർ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫറിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ യുരീദുല്ലാഹു ബികുമുൽ യുസ്റ വലാ യുരീദു ബികുമുൽ ഉസ്ർ. അല്ലാഹു പഠിപ്പിക്കുകയാണ്, നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും രോഗികളാവുകയോ അല്ലെങ്കിൽ യാത്രക്കാരനാവുകയോ ചെയ്താൽ അവർ അതിന് പകരം റമളാന് ശേഷം എണ്ണം പൂർത്തിയാക്കിയാൽ മതി. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, ഞെരുക്കല്ല. അപ്പൊ രോഗി എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു ജലദോഷം വന്നവനാണോ? കാലുവേദനയും കൈവേദനയുള്ളവനാണോ? അല്ല. നോമ്പെടുക്കാൻ സാധ്യമല്ലാത്ത രോഗി. ഒരു പക്ഷെ ആളെ കണ്ടാൽ നല്ല ആരോഗ്യം കാണുകയും ആളെ കണ്ടാൽ കുഴപ്പം തോന്നൂല, പക്ഷേ നീതിമാനായ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ നോമ്പെടുക്കുക, നിങ്ങളുടെ ശരീരത്തിന് പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ ആ പ്രയാസമുള്ള അയാൾക്ക് നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. അതിനുശേഷം അയാൾക്ക് സാധിക്കുമെങ്കിൽ അയാൾ നോമ്പെടുക്കുക, ഇല്ലെങ്കിൽ മുത്തു കൊടുക്കുക. ഇനി യാത്രക്കാരനാണെങ്കിൽ ആ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നോമ്പ് എടുക്കാം, നോമ്പ് ഒഴിവാക്കാം, രണ്ടും അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് ആയത്തിൽ തന്നെ കാണാം. നോമ്പുകാരന് യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് വന്ന് ചോദിച്ചു. മഹാനായ ഹംസത്ത് ബിൻ അംറിൽ അംർ റളിയല്ലാഹു അൻഹു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നബിയെ ഞാൻ ഈ യാത്രയിൽ നോമ്പെടുത്തോട്ടെ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ചോദിക്കുന്ന പ്രവാചകൻ പറഞ്ഞ മറുപടി, സും ഇൻ ശിഇത വ അഫ്തിർ ഇൻ ശിഇത. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നീ ഉദ്ദേശിക്കുന്നെങ്കിൽ നോമ്പെടുത്തോളൂ, ഉദ്ദേശിക്കുന്നെങ്കിൽ നീ നോമ്പ് ഒഴിവാക്കിക്കോളൂ. ഇന്നൊരു പുതിയ വർത്തമാനമുണ്ട് ആളുകൾ.
അന്നൊക്കെ കുറേ ദൂരം സഞ്ചരിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു നോമ്പെടുക്കാൻ പറ്റാതെ വന്നത്. ഇന്നിപ്പോൾ അങ്ങനൊന്നും ഇല്ലല്ലോ, നമുക്കിങ്ങനെ എളുപ്പമല്ലേ, എന്നാൽ പിന്നെ നമുക്ക് നോമ്പെടുത്തൂടെ, അല്ലെങ്കിൽ നോമ്പ് ഒഴിവാക്കാൻ പാടില്ല. പിന്നെ ചില ആളുകൾ അതിന് പ്രത്യേക കാലം നിശ്ചയിച്ചു, അല്ലെങ്കിൽ പ്രത്യേക ദൂരം നിശ്ചയിച്ചു. അതൊന്നും അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകചര്യയും പഠിപ്പിച്ചതല്ല, നമ്മൾ ഉണ്ടാക്കിയ നിയമങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അള്ളാഹുവിന് ഈ കാലഘട്ടം മാറുന്നൊന്നും അറിഞ്ഞൂടെ? മനുഷ്യന്റെ മാറ്റങ്ങളൊന്നും അള്ളാഹ്ക്കറിയില്ലേ? ഖുർആൻ പറഞ്ഞു, അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. അല്ലാഹു അല്ലേ സൃഷ്ടിച്ചവൻ, അവൻ അറിയാതിരിക്കോ? അവൻ അറിയുന്നവനാണ്, നിഗൂഢമായി എല്ലാത്തിനെയും വ്യക്തമായി അറിയുന്നവനാണ്. അതുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഹാബികളുമായി ഒരു യാത്ര പോയപ്പോൾ, കുറഞ്ഞ യാത്ര, ആ യാത്രയിൽ ജമ്മും ഖസ്റുമാക്കാനുള്ള തീരുമാനം വന്നപ്പോൾ ചില ആളുകൾ പറഞ്ഞു, അല്ല നമുക്ക് തഅബ് ഉണ്ടായിട്ടില്ലല്ലോ ഉമറെ, തഅബ് എന്ന് പറഞ്ഞാൽ പ്രയാസം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വർത്താനം എന്തറിയോ? അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് ഈ ഇളവ്, ആ ഇളവ് എടുക്കലാണ് വേണ്ടത്. അള്ളാഹു നൽകിയ ഇളവിനെ എന്തിനാണ് നമ്മൾ ഒഴിവാക്കുന്നത് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. അപ്പോ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ചൊപ്പിക്കേണ്ടതല്ല, അള്ളാഹു നിയമം വെച്ചിട്ടുണ്ട്, അത് എടുക്കേണ്ടവർക്കൊക്കെ എടുക്കാം. ഇനി ഒരാൾക്ക് വേണ്ടാന്ന് തോന്നിയാൽ എടുക്കണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എടുക്കരുത് എന്ന് പറയാൻ അവകാശം ഒരാൾക്കും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ ശിഅത സും വ ഇൻ ശിഅത അഫ്തർ. നിനക്ക് ഉദ്ദേശിക്കുന്ന നോമ്പെടുത്തോ, ഉദ്ദേശിക്കുന്നെങ്കിൽ നോമ്പ് മുറിച്ചോളി, രണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ അയാൾക്ക് അനുവദിക്കപ്പെട്ടവരാണ്. മറ്റൊന്നാണ് ആർത്തവകാരിയും പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകളും. അവർ രണ്ടുപേരും, അതൊന്നും വിശദീകരിക്കേണ്ടല്ല, എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നൊന്ന് വയോവൃദ്ധരായ ആളുകൾ, അവർക്ക് നോമ്പ് ഒഴിവാക്കാൻ അനുവദിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അശ്ശൈഖുൽ കബീറു വൽ മർഅത്തുൽ കബീറതു ലാ യസ്തതിആനി അൻ യസൂമാ ഫയുത്ഇമാനി മകാന കുല്ലി യൗമിൻ മിസ്കീന. ഇമാം ബുഖാരിയിൽ, സഹീഹ് ബുഖാരിയിൽ കാണാം നമുക്ക് ഈ വാചകം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, അശ്ശൈഖുൽ കബീറു, വലിയ പ്രായമുള്ള വൃദ്ധൻ, അതുപോലെ വൽ മർഅത്തുൽ കബീറ, അങ്ങേ പ്രായമുള്ള സ്ത്രീയും, ലാ യസ്തതിആനി അൻ യസൂമ, രണ്ടുപേർക്ക് നോമ്പെടുക്കാൻ സാധിക്കൂല. ആ രൂപത്തിൽ വൃദ്ധരായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? എല്ലാ ദിവസവും ഓരോ ദിവസത്തിനും ഒരു മിസ്കീന് ഭക്ഷണം കൊടുക്കണം. ഒരു മിസ്കീന് ഭക്ഷണം കൊടുത്താൽ മതി. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ. പ്രയാസപ്പെട്ടുകൊണ്ട് മാത്രം നോമ്പെടുക്കാൻ കഴിയുന്ന ആളുകൾ ഒരു മിസ്കീനുള്ള ഭക്ഷണം കൊടുത്താൽ മതി എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോ വൃദ്ധരായ ആളുകൾക്ക് അത് മതിയാകുന്നതാണ്, ഫിദിയ കൊടുത്താൽ മതി. അവർ നോമ്പൊഴിവാക്കൽ അനുവദിക്കപ്പെട്ടതാണ്. എത്രയാണ് ഈ ഫിദിയ കൊടുക്കുക? എല്ലാവരും ആ വിഷയത്തിൽ സംശയമുണ്ട് ആളുകൾ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു മുദ്ദാണ് കൊടുക്കുക. മുദ്ദ് എന്ന് പറഞ്ഞാൽ രണ്ട് കൈപ്പത്തികൾ ചേർത്ത് വെച്ചാൽ ഈ ഒരു കൈക്കുമ്പിൽ ഭക്ഷണം, ഒരു കൈക്കുമ്പിൽ കാരക്ക, ഒരു കൈക്കുമ്പിൽ ഗോതമ്പ് എത്രയാണോ അത്രയാണ് ഒരു ഫിദിയ കൊടുക്കുക. അതാണ് പിന്നെ നോമ്പ് ഒഴിവാക്കുന്ന ആൾക്ക് മുദ്ദ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. രണ്ട് കൈയും ചേർത്ത് വെച്ചിട്ട് അരി വാരിയെടുത്താൽ എത്ര ഉണ്ടാകുമോ അത്രയാണ് കൊടുക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണ് പ്രവാചകൻ സ്വഹാബികളോട് കൽപ്പിച്ചിട്ടുള്ളത്. ഇനി മറ്റൊന്നാണ് ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും. വൽഹുബല വൽമുർദിഅ ഇദാ ഖാഫത അഫ്തറത വഅത്അമത കുല്ല യൗമിൻ മിസ്കീൻ. മുലയൂട്ടുന്ന സ്ത്രീകളും അതുപോലെ തന്നെ ഗർഭിണികളായ സ്ത്രീകളും അവർ ഭയപ്പെട്ടാൽ, ഒന്നെങ്കിൽ അവരുടെ ശരീരം അല്ലെങ്കിൽ കുട്ടിയുടെ ശരീരത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ച് ഭയപ്പെട്ടാൽ അവർക്ക് നോമ്പൊഴിവാക്കാവുന്നതാണ്. അവരതിന് മുദ്ദ് കൊടുത്താൽ, ഫിദിയ കൊടുത്താൽ മതിയാകുന്നതാണ്. അവർ നോമ്പ് നോറ്റുവീട്ടേണ്ടതില്ല എന്നാണ് പ്രബലാഭിപ്രായം. ചില ആളുകൾ നോറ്റുവീട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രബലാഭിപ്രായം നോമ്പ് നോറ്റുവീട്ടേണ്ടതില്ല, അവർ ഫിദിയ കൊടുത്താൽ മതി എന്നാണ് ഹദീസിലുള്ളത്. മാത്രമല്ല, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് അവരുടെ ഭാര്യ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞു, അഫ്തിരി വഅത്ഇമി അൻ കുല്ലി യൗമിൻ മിസ്കീനൻ വലാ തുഖ്ലി. നീ നോമ്പ് ഒഴിവാക്കിക്കോ, എന്നിട്ട് ഓരോ നോമ്പിനും ഒരു മിസ്കീന് ഭക്ഷണം കൊടുത്തോളൂ,
നോമ്പ് നീ വീട്ടേണ്ടതില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തു. അപ്പോ മുലയൂട്ടുന്ന സ്ത്രീകളാണെങ്കിലും ഗർഭിണികളാണെങ്കിലും അവർക്ക് നോമ്പ് ഒഴിവാക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട്. ഫിദിയ കൊടുത്താൽ മതി എന്നാണ് ഹദീസുകൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ നോമ്പ് ഒഴിവാക്കാൻ അനുവദിക്കപ്പെട്ട ആളുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വ്യക്തമാക്കി തന്നു. ഖുർആൻ പറഞ്ഞത് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് അള്ളാഹു പ്രയാസമുണ്ടാക്കുന്നില്ല. ഇനി നോമ്പ് നിഷിദ്ധമാകുന്ന ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കാനുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല. അതിന്റെ കൂട്ടത്തിലുള്ളതാണ് പലപ്പോഴും സംശയം വരുന്നു. ഒരാൾ ഇഞ്ചക്ഷൻ എടുത്താൽ നോമ്പ് മുറിയുമോ? വലിയ സംശയങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇഞ്ചക്ഷൻ എടുക്കുക എന്നതല്ല നോമ്പ് മുറിക്കുന്ന കാര്യം, എടുക്കുന്ന സാധനമാണ് പ്രശ്നമാക്കുക. ഇഞ്ചക്ഷൻ രോഗത്തിനുള്ള മരുന്നാണെങ്കിൽ നോമ്പ് മുറിയില്ല. അതേസമയത്ത് ആരോഗ്യമുണ്ടാകുന്ന രൂപത്തിലുള്ള ഭക്ഷണത്തിന്റെയോ വെള്ളത്തിന്റെയോ സ്ഥാനത്ത് നിർത്താവുന്ന രൂപത്തിലുള്ള പോഷകമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാളുടെ നോമ്പ് മുറിയും. ഇഞ്ചക്ഷൻ അല്ല നോമ്പ് മുറിക്കുക, അതിലൂടെ കയറിപ്പോകുന്ന സാധനത്തെ നോക്കിയിട്ടാണ് നോമ്പ് മുറിക്കുക. അത് ശരീരത്തിൽ ഭക്ഷണത്തിന്റെയും പാനീയത്തിന്റെയും സ്ഥാനത്ത് നിൽക്കുന്നതാണോ എങ്കിൽ അയാളുടെ നോമ്പ് മുറിയും. ഇല്ല, രോഗം ചികിത്സയുമായി ബന്ധപ്പെട്ട് പിന്നെ വല്ല വേദന, വല്ലാത്ത വേദന, ഒരു ഓവറാൻ ഇഞ്ചക്ഷൻ എടുത്താൽ നോമ്പ് മുറിയില്ല. അതുപോലെ ഒരു വാക്സിൻ എടുത്താൽ നോമ്പ് മുറിയില്ല. അല്ലാത്ത രൂപത്തിലാണോ അയാൾ ഭക്ഷണത്തിന് പകരമായി ഉപയോഗിക്കുന്ന ഗ്ലൂക്കോസ് പോലെയുള്ളതാണെങ്കിൽ അയാളുടെ നോമ്പ് മുറിയും. ഇനി ഒരാൾ അറിയാതെ നോമ്പിന്റെ ആദ്യത്തെ തുടക്കത്തിൽ 2-3 ദിവസം ഉണ്ടാകുന്നൊരു വിഷയമാണ്, ചിലപ്പോൾ തിന്നു, ചിലപ്പോൾ അറിയാതെ കുടിച്ചു. അപ്പൊ ചില ആളുകളൊക്കെ പറയാം, "വർച്ചോനെ, എന്റെ നോമ്പ് മുറിഞ്ഞു പോയി, ഇനിയിപ്പോ എന്താ പോയില്ലേ" എന്ന് വിചാരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, "ഇദാ നസിയ ഫഅകല വശരിബ ഫൽയുതിമ്മ സൗമഹു ഫഇന്നമാ അത്അമഹു അല്ലാഹു വസഖാ." ഒരാൾ മറന്നുകൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്തു പോയാൽ അയാളുടെ നോമ്പിന് യാതൊരു കുഴപ്പവുമില്ല. കാരണം അയാളുടെ നോമ്പ് പൂർത്തിയാക്കട്ടെ. അയാളെ തീറ്റിക്കുകയും കുടിപ്പിക്കുകയും ചെയ്ത് അള്ളാഹുവാണ്. അതുകൊണ്ട് അയാളുടെ നോമ്പിന് പ്രശ്നമൊന്നുമില്ല. അയാൾ നോമ്പ് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. ചില ആളുകൾ പറയും, കുറച്ചൊക്കെ തിന്ന്, ഇത് കുറച്ച് കൂടുതൽ തിന്നുപോയി. ഒരാൾ തിന്നുകൊണ്ടിരിക്കുകയാണ്, കുറെ അങ്ങോട്ട് തിന്നപ്പോഴാണ് ആരെങ്കിലും, ഇന്ന് നോമ്പല്ല ചങ്ങ, എന്തായി കാണിക്കണം, അപ്പോഴാ ഓർമ്മ വന്നത്. അപ്പൊ ഞാൻ കുറെ തിന്നുപോയി, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവും അതിനില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, "യുർഫഉ മിൻ ഉമ്മത്തി അൽ ഖത്ഉ വന്നിസ്യാൻ." എന്റെ ഉമ്മത്തിന് മറന്നും പിഴവായും വരുന്നത് അള്ളാഹു ഉയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനയാൾക്ക് കുറ്റമില്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ തുടക്കത്തിൽ 2-3 ദിവസമൊക്കെ സംഭവിച്ചു പോയാൽ, എന്ന് വെച്ചാൽ ആ ദിവസങ്ങളിലാണ് കൂടുതൽ സംഭവിക്കാറുള്ളത്. അങ്ങനെ വന്നാൽ ഒരാൾ മറന്നു തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ അതുകൊണ്ട് അയാളുടെ നോമ്പിന് കുഴപ്പമില്ല, നോമ്പിന് അയാൾക്ക് പ്രശ്നമില്ല എന്ന് നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കണം. അതോടൊപ്പം മനസ്സിലാക്കേണ്ടതാണ്, ഛർദി വന്നാൽ, എത്ര ഛർദി വന്നാലും അയാളുടെ നോമ്പ് മുറിയില്ല. അതേ സമയത്ത് ഒരാൾ ഉണ്ടാക്കി ഛർദിച്ചാൽ അയാളുടെ നോമ്പ് ബാത്തിലാകുന്ന ഹദീസിലുള്ളത് ഇങ്ങനെയാണ്, "മൻ ദറഅഹു ഖൈഉൻ വഹുവ സായിമുൻ ഫലൈസ അലൈഹി ഖളാഉൻ വഇൻ ഇസ്തഖാഅ ഫൽയഖ്ലി." ഒരാൾക്ക് ഛർദി അയാളുടെ കീഴടക്കി, അങ്ങനെ ഹദീസിലുള്ളത്. ഒരാളെ ഛർദി കീഴടക്കി കളഞ്ഞു എന്ന് പറഞ്ഞാൽ അമിതമായി ഛർദിച്ചുകൊണ്ടിരിക്കുകയാണ് അയാള് എങ്കിൽ അതുകൊണ്ട് അയാളുടെ നോമ്പൊന്നും മുറിയില്ല, അയാൾ നോമ്പുകാരൻ തന്നെയാണ്. പക്ഷെ ഒരാൾ ഉണ്ടാക്കി ഛർദിക്കാൻ ശ്രമിച്ചാലോ, അയാൾ വായിൽ കൈയിട്ടിട്ടോ അല്ലാത്ത രൂപത്തിലോ ഛർദിച്ചാലോ എങ്കിൽ അയാളുടെ നോമ്പ് ഒരല്പമാണെങ്കിൽ ശരി, അയാളുടെ നോമ്പ് മുറിയുക തന്നെ ചെയ്യും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകത്തിൽ മനസ്സിലാകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിന്റെ കൂട്ടത്തിൽ അറിയേണ്ടതാണ്, റമദാനിന്റെ പകലുകളിൽ ഭാര്യാഭർത്തൃ ബന്ധം അത് നിഷിദ്ധമാണെന്ന് മാത്രമല്ല, നോമ്പ് മുറിയുമെന്ന് മാത്രമല്ല, അങ്ങനെ ഒരാൾ ചെയ്താൽ അത് രണ്ടാളും കൂടി ഒത്തിട്ടാണോ അല്ലെങ്കിൽ ഒരാൾ മാത്രം തീരുമാനിച്ചിട്ടാണോ, എന്തായാലും ആരൊക്കെയാണോ സപ്പോർട്ടായത് അവർ രണ്ടാളും സപ്പോർട്ടാണെങ്കിൽ രണ്ടാളും പ്രായശ്ചിത്തം കൊടുക്കണം. ഭർത്താവ് മാത്രമാണെങ്കിൽ ഭർത്താവ് നിർബന്ധമായിട്ടും അയാൾ കൊടുത്താൽ മതി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തൊരു സ്വഹാബി വന്നു.
നബിതങ്ങളോട് വന്നിട്ട് പ്രയാസം പറഞ്ഞു, ചോദിച്ചു എന്ത് പറ്റി? അദ്ദേഹം പറഞ്ഞു, ഇനി വഖഅതു അല ഇംറഅതി യാ റസൂലല്ലാഹ്, ഞാൻ എൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടു പോയി നബി, എന്ത് ചെയ്യും? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ കഫാറത്ത് കൊടുക്കണം, പ്രായശ്ചിത്തം കൊടുക്കണം, നോമ്പ് നോറ്റ് വീട്ടണം, പിന്നീട് ഇപ്പൊ കഫാറത്ത് കൊടുക്കണം. എന്താ കഫാറത്ത്? ഒരടിമയെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം, അല്ലെങ്കിൽ 60 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. ഈ സ്വഹാബി ഞെട്ടിപ്പോയി, പാവപ്പെട്ട സ്വഹാബിയാണ്. അദ്ദേഹത്തോട് റസൂല ചോദിച്ചു, നിങ്ങൾക്ക് അടിമയെ മോചിപ്പിക്കാൻ പറ്റും? അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്ത് ഒന്നുമില്ല നബിയെ. അപ്പൊ റസൂല രണ്ടാമത്തെ വിഷയം ചോദിച്ചു, എന്നാ 2 മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കാൻ പറ്റും? അതും സാധിക്കില്ല നബിയെ. മൂന്നാമത്തെ പ്രായം നബി, എന്നാ മിസ്കിന്മാർക്ക് ഭക്ഷണം? എൻ്റെ അടുത്ത് ഒന്നുമില്ല നബിയെ, ഞാൻ പാവപ്പെട്ടവനാണ്. അങ്ങനെ അതേ സദസ്സിലിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഒരു കൊട്ട നിറയെ ബൈത്തുൽ മാലിലേക്ക് ഈത്തപ്പഴം വന്നു. കാരൊക്കെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എവിടെയാ ചോദ്യകർത്ത? ആ ചോദിച്ച ആളെവിടെ? അപ്പൊ അയാൾ എഴുന്നേറ്റ് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കൊണ്ടുപോയി മിസ്കിന്മാർക്ക് വിതരണം ചെയ്തു കൊടുത്തോളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബി, ഈ മദീനയിലെ ഏറ്റവും വലിയ പാവപ്പെട്ട ആള് ഞാനാണ് നബിയെ, ഞാനും എൻ്റെ കുടുംബമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോയിക്കോളി. എന്നിട്ട് നബിതങ്ങൾ അയാളെ നോക്കിയിട്ട് ചിരിച്ചു എന്ന് ഹദീസിൽ കാണാം. അതിന്റെ അർത്ഥം, ഇനി ഒരാൾ ഇതൊന്നും പറ്റാത്ത ഒരാളാന്ന് വെച്ചോളി, അത് കുഴപ്പമില്ല, അയാൾ നോമ്പ് നോറ്റ് വിട്ടണം എന്നുള്ള കഫാറത്ത് സാധ്യമാകാത്തതിന്റെ പേരിൽ കൊടുക്കാതിരുന്നാൽ അയാൾ കുറ്റക്കാരനാവില്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി കൃത്യമായി മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമാ ബഅദ്, അയ്യുഹൽ ഇഖ്വാനി തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ്. നോമ്പുകാരന് അനുവദിക്കപ്പെട്ട കുറേ വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് സംശയമുള്ളത്. ചില ആളുകളൊക്കെ പറയും, ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കാൻ പാടില്ല. ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കാൻ പാടില്ല, കാരണം ഹദീസുണ്ടല്ലോ, നോമ്പുകാരന്റെ വായിന്റെ ദുർഗന്ധം അത് അള്ളാന്റെ അടുത്ത് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്, അതുകൊണ്ട് അത് തേച്ച് ബ്രഷൊക്കെ വെച്ച് തേച്ച് കളയരുത് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. പല്ലു തേക്കൽ ഏതു സമയത്തും അനുവദനീയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക്, എൻ്റെ ഉമ്മത്തിന് പ്രയാസമാകുമെന്ന് ഞാൻ ഭയപ്പെട്ടില്ലായിരുന്നെങ്കിൽ അവരോട് എല്ലാ സമയത്തും പല്ല് തേക്കാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണാം. അപ്പോൾ പ്രത്യേകിച്ച് 5 വഖത്ത് നിസ്കാരത്തിന് വരുമ്പോഴും പല്ല് തേക്കൽ സുന്നത്താണ്. 5 വഖത്ത് നിസ്കാരത്തിനും പല്ല് തേക്കൽ സുന്നത്താണ്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും പല്ല് തേക്കുന്നതിന് വിരോധമില്ല. അതുപോലെ തന്നെ കണ്ണിൽ സുർമ എഴുതി നടക്കാം. ചില ആളുകളൊക്കെ പറയും, നോമ്പുകാരനായിട്ട് സുർമയൊക്കെ എഴുതി അത്തറും പൂശി നടക്കാന്ന് പറയും. അതിലൊന്നും ഒരു കുഴപ്പമില്ല. സുർമ എഴുതാം, അനസ് റളിയല്ലാഹു അൻഹു ഇപ്പോൾ ഹദീസിൽ കാണാം. മാത്രമല്ല, കണ്ണിൽ എന്തെങ്കിലും മരുന്നുറ്റിക്കാൻ എന്നാലും കുഴപ്പമില്ല, കണ്ണിൽ മരുന്നുറ്റിക്കുന്നതിനും കുഴപ്പമില്ല. അതിന്റെ ഗന്ധം തൊണ്ടയിലേക്ക് ഇറങ്ങുമെന്ന് ബേജാറായിട്ട് ആളുകൾ പറയും, പാടില്ല, അതൊന്നും കുഴപ്പമില്ല. അതൊന്നും കാരണം മൻഫദ് അല്ലാത്തത് കൊണ്ടാണ്, തുറന്ന ഭാഗമല്ലാത്തത് കൊണ്ടാണ് അനുവദിക്കപ്പെടുന്നത്. ഭക്ഷണം കഴിക്കുന്നത് മാതിരി അല്ല എന്നതുകൊണ്ട് അയാൾക്ക് അനുവദനീയമാണ്. അതുപോലെ തന്നെയാണ് ഉച്ചയ്ക്ക് ശേഷം കുളിക്കാൻ പാടില്ല എന്ന് നമ്മുടെ നാട്ടിൽ പറയും. നോമ്പിന്റെ ചൂട് ശമിപ്പിക്കാൻ വേണ്ടി അല്പം വെള്ളം ദേഹത്ത് വെച്ചാൽ അതൊക്കെ കുറ്റമായിട്ട് കാണുന്ന ആളുകളുണ്ട്. അതൊക്കെ അറിയും ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ. ഇന്ന് അറിഞ്ഞിട്ടില്ല, ഏകദേശം ചൂടിന്റെ തൊട്ടടുത്ത് കഴിഞ്ഞതേ ഉൾപ്പെ റമദാൻ. അടുത്ത റമദാൻ എന്തായാലും ഇപ്പൊ നമ്മൾ അനുഭവിച്ചതിന്റെ ഇരട്ടി ചൂട് ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും. അപ്പോഴാണ് ശരിക്ക് വെള്ളം ഒഴിക്കണോ വേണ്ടെന്നൊക്കെയുള്ള തീരുമാനം വരിക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ശരീരം തണുപ്പിക്കാറുണ്ടായിരുന്നു എന്ന് തന്നെ ഹദീസിൽ കാണാം. കുളിക്കുന്നതിന് വിരോധമില്ല. ഉച്ചയ്ക്ക് ശേഷമോ വൈകുന്നേരമോ എപ്പോഴായാലും കുളിക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ല. അതുപോലെ തന്നെ രക്തം എടുക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം 3 രൂപത്തിലാണത്. ഒന്ന്, രോഗനിർണയത്തിന് വേണ്ടി രക്തമെടുക്കുക, അത് അനുവദനീയമാണ്. 2, തബറുഇന് വേണ്ടി രക്തമെടുക്കുക എന്ന് പറഞ്ഞാൽ രക്തദാനം, അത് അനുവദനീയമല്ല. 3-മത്തത് കൊമ്പ് ഒപ്പിക്കുക എന്നൊരു ചികിത്സാ മുറയുണ്ട്, ഹിജാമ എന്നതിന് പറയാം.
അത് വെച്ചാൽ നോമ്പ് മുറിയുമോ? നോമ്പ് മുറിയില്ല, അനുവദിക്കപ്പെട്ട കാര്യമാണ് എന്ന് ഹദീസുകൾ ഗ്രന്ഥങ്ങൾ കാണുന്നുണ്ട്. അപ്പോ ഈ രൂപത്തിലൊക്കെയുള്ള വിഷയങ്ങൾ നോമ്പുകാരന് അനുവദിക്കപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. ഇനി നോമ്പ് ഈ രൂപത്തിലൊക്കെ കൊണ്ടുവന്ന് നോമ്പ് അവസാനിപ്പിക്കുമ്പോൾ നോമ്പ് തുറക്കേണ്ടത് എങ്ങനെയാണ്? അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നോമ്പ് തുറക്കാൻ ടൈം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ ഉടൻ തന്നെ നോമ്പ് തുറന്നേക്കണം, പിന്നെ താമസിക്കരുത്. പലപ്പോഴും നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി വിളിക്കുന്ന വീട്ടുകാർക്ക് ഈ നന്മ നഷ്ടപ്പെടാറുണ്ട്. ആളുകളെ നോമ്പ് തുറപ്പിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കും. അതുപോലെ പള്ളികളിൽ നോമ്പ് തുറപ്പിക്കുമ്പോൾ അതിന് നിശ്ചയിക്കപ്പെട്ട ആളുകൾ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നോമ്പ് മുറിക്കുക. പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു നാസു ബിഖൈറിൻ മാ അജ്ജിലു അൽ ഫിത്ര. ജനങ്ങൾ നന്മയിലായിരിക്കും നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നിടത്തോളം. സമയമായാൽ ഉടനെ നോമ്പ് തുറക്കുക. സമയത്തിന് മുമ്പ് മുറിക്കാന്നല്ല, സമയമായാൽ ഉടൻ തന്നെ നോമ്പ് തുറക്കണം. മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് വളരെ ശക്തമായി നമ്മൾ അറിയണം. ലാ യസാലു ദീനു ലാഹിറൻ മാ അജ്ജലൻ നാസു അൽ ഫിത്ര ലിഅന്നൽ യഹൂദ വന്നസാറാ യുഅഖിറൂൻ. അബൂ ദാവൂദ് ഇബ്നു ഹിബ്ബാൻ ഒക്കെ റിപ്പോർട്ട് സഹിഹായ ഹദീസാണ്. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ലാ യസാലു ദീനു ലാഹിറൻ, പരിശുദ്ധ ഇസ്ലാം അതിങ്ങനെ പ്രകടമായി അജയ്യമായി നിലകൊള്ളുന്നതാണ്. മാ അജ്ജലൻ നാസു അൽ ഫിത്ര, ജനങ്ങൾ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നിടത്തോളം. കാരണം ലിഅന്നൽ യഹൂദ വന്നസാറ യുഅഖിറൂന, യഹൂദികളും നസ്രാനികളും നോമ്പ് തുറക്കാൻ സാവകാശമുണ്ടാക്കുന്നവരാണ്, പിന്തിച്ചിട്ടാണ് അവർ നോമ്പ് തുറക്കുക. സത്യവിശ്വാസികളെ, നിങ്ങൾ അങ്ങനെ ആവരുത്. നോമ്പ് തുറക്കാൻ ധൃതി കാണിച്ച് പരിശുദ്ധ ഇസ്ലാമിനെ അജയ്യമാക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ. ഞാനതാ പറഞ്ഞത്, നമ്മുടെ നാട്ടിലെ പള്ളികളിലൊക്കെ ബാങ്കിന്റെ ടൈം മാറ്റണം. ബാങ്കിന്റെ സമയം മാറ്റി നോമ്പ് തുറക്കാൻ നിശ്ചയിക്കപ്പെട്ട കൃത്യമായ സമയത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ യഹൂദി നസ്രാനികളെ പോലെ ആയി പോകും. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ വ്യക്തമായ ഒരു സംഗതിയാണത്. അത് വളരെ വ്യക്തമായി ഞാനും നിങ്ങളും പറയും. നോമ്പ് തുറക്കേണ്ട സമയം പെട്ടെന്ന് നോമ്പ് തുറക്കണം. എന്തുകൊണ്ട് നോമ്പ് തുറക്കണം? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്തിറു അലാ റത്ബാത്തിൻ ഖബല അൻ യുസല്ലിയ ഫഇല്ലം യകുൻ റത്ബാത്തുൻ ഫതംറാത്തുൻ ഫഇല്ലം യകുൻ തംറാത്തുൻ ഹസവാത്തുൻ മിൻ മാഇൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറക്കാൻ ആദ്യം കരുതിയിരുന്നത് എന്ന് പറഞ്ഞാൽ, നോമ്പ് തുറക്കാനുള്ള ഏറ്റവും ഫസ്റ്റ് പ്രാധാന്യം കൊടുക്കുന്നത് പകുതി പാകമായ, പഴുത്ത് ഏകദേശം പകുതി പാകമായ നല്ല പഴുത്ത ഈത്തപ്പഴമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം കരുതുക. ഇനി അതില്ലെങ്കിൽ തംറാത്ത്, കാരക്കയാണ്. അതും കിട്ടിയില്ലെങ്കിൽ പിന്നെ സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന, എല്ലാവർക്കും കിട്ടുന്ന അല്പം വെള്ളം കുടിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് തുറന്നിരുന്നത് എന്നാണ്. അപ്പോ ആ നോമ്പ് തുറക്കുന്നു കഴിഞ്ഞാൽ അയാൾക്ക് സുന്നത്തായ മറ്റൊരു കാര്യമാണ് എന്ന പ്രാർത്ഥന ചൊല്ലണം. പ്രാർത്ഥന പറയൽ സുന്നത്താൻ. പലപ്പോഴും ആളുകൾ ഈ പ്രാർത്ഥന മറന്നുപോകും. നോമ്പ് തുറക്കുന്ന ധൃതിയും അത് കഴിഞ്ഞുള്ള നിസ്കാരവും പിന്നത്തെ ഭക്ഷണം എല്ലാം കൂടെ ആകുമ്പോൾ ഈ പ്രാർത്ഥന വിട്ടുപോയിട്ടുണ്ടാകും. അത് സത്യവിശ്വാസിയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ശക്തി ഉണ്ടാക്കുന്നതാണ്. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു നിങ്ങളോട്. ദാഹം പോയി, നാടി ഞരമ്പുകളൊക്കെ നനഞ്ഞു. അല്ലാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം ലഭിച്ചു എന്ന, സ്ഥിരപ്പെട്ടു എന്ന ആ പ്രാർത്ഥന സത്യവിശ്വാസികൾ, അത് നോമ്പ് കഴിച്ച ആളുകളെല്ലാം പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു ഖുത്ബയിൽ ഏകദേശം ഇത്രയൊക്കെ സാധിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് വരുന്ന റമദാനിന് തുടങ്ങുന്ന, നമ്മൾ റമദാനിലെ തുടക്കം മുതൽ അവസാനം വരെ ക്ലാസ്സുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലെ ഒന്നാമത്തെ ക്ലാസ്സിൽ തന്നെ നോമ്പുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയ സംസാരവും പിന്നീട് നിങ്ങളുടെ സംശയത്തിന് ദൂരീകരണവും ഒക്കെയായി വിശാലമായ പഠന സെഷൻ വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഏതൊരു കർമ്മമാണെങ്കിലും ശരിക്കും പഠിക്കണം. നമ്മൾ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി പഠിച്ചു മനസ്സിലാക്കണം. ഒരു സംശയവും നമ്മൾ ചെയ്യുന്ന ഇബാദത്തിൽ ഉണ്ടാവരുത് എന്ന കാര്യം വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മളെ ഈ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള പിരിവാൻ ഒരു പ്രത്യേക കാര്യം നിങ്ങളോട് പറയാനുണ്ട്. കഴിഞ്ഞ ആ വേനൽ, ശക്തമായ വേനലിൽ നമ്മുടെ നാട്ടിലെ കിണറുകളൊക്കെ വറ്റി വരണ്ടിരുന്നല്ലോ. അന്നും ഈ പള്ളിയിൽ യാതൊരു പ്രയാസമില്ലാതെ നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്ക് ഒതുവെടുക്കാനോ അവർ ശൗചത്തിനോ ഒന്നിനും പ്രയാസമില്ലാത്ത രൂപത്തിൽ ഇവിടെ വെള്ളം അതിൻ്റെ ലഭ്യത കൃത്യമാക്കിയിരുന്നു. കുറേ
പൈസ ചെലവിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ഇവിടെ നിസ്കരിച്ച ആളുകൾ, ആ നിസ്കരിച്ച ആളുകളുടെ പ്രതിഫലം നമുക്കും കൂടി കിട്ടണം ഇൻഷാ അല്ലാഹ്. അതിനുവേണ്ടി നിങ്ങൾ പോകുമ്പോൾ ഇന്നത്തെ പിരിവിൽ അതും കൂടി നിങ്ങൾ കരുതണമെന്ന് കൂടി ഉണർത്തുന്നു. കാരണം അതൊരു വലിയ പ്രതിഫലാർഹമായ കാര്യമാണ്. ഒളവെടുത്ത അതുപോലെ കാര്യം ഖളാഉൽ ഹാജത്തിന് ഉപയോഗിച്ച ആളുകൾക്കൊക്കെ ആ ആളുകളൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലം വാങ്ങുമ്പോൾ അതിന് സഹായിച്ച ആൾ എന്ന നിലക്ക് നമുക്കും ഒരു പ്രതിഫലം കിട്ടുമല്ലോ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ എല്ലാവരും അതിനോട് സഹകരിക്കണം എന്നുകൂടി ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലിയ ആളുകൾക്ക് അല്ലാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാത്തിനും സൗഖ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.